കാർമുകിൽ ഭീകരമായി വരും നേരം, കാർമുകിൽ ഭീകരമായി വരും നേരം, കാൺമതോ നിയമത്തിൻ വില്ലാണായതിൽ തീരുമെൻ ഭാരം, കാൺമതോ നിയമത്തിൻ വില്ലാണായതിൽ തീരുമെൻ ഭാരം. മഹിമയിഴും പരമേശ പാഹി മാമേശു മഹേശ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്നു. ഞാൻ ഏറ്റവും തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പ്രവചനങ്ങളാണ് എടുക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇറാൻ ഇസ്രയേലിൽ നിന്ന് 1600 കിലോമീറ്റർ ദൂരെയാണ്. 1600 കിലോമീറ്റർ ദൂരം. ഇസ്രയേലിനും ഇറാനും മധ്യത്തിൽ പല രാജ്യങ്ങളുണ്ട്. സിറിയ, ജോർദാൻ മുതലായ രാജ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു അതിരില്ല. ഇന്ത്യയും ചൈനയുമായിട്ട് യുദ്ധമുണ്ടായി. ഇന്ത്യയും ചൈനയും അതിരുകൾ അവരെ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായി. ഈ രാജ്യങ്ങൾ തമ്മിൽ അതിരുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഇറാനും ഇസ്രയേലുമായിട്ട് അതിരുകളില്ല. 1600 കിലോമീറ്റർ ദൂരമാണ് ഇസ്രയേലും ഇറാനുമായിട്ട് കിടക്കുന്നത്. പിന്നെ എന്തിനാണ് ഇറാൻ വന്ന് ഇസ്രയേലിനെ ആക്രമിച്ചത്? എന്തിനാണ് ഇറാൻ അവരുടെ ചുറ്റും കിടക്കുന്ന ജനങ്ങളെ ആയുധങ്ങൾ കൊടുത്ത് ഭീകരവാദികളെ വളർത്തിയെടുത്ത് ഇസ്രയേലിനെ നശിപ്പിച്ചു കളയുവാൻ അവരൊരുങ്ങുന്നത്? ബൈബിളിൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? നമ്മൾ ആ വിഷയം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഞാൻ വേറൊരു വിധത്തിൽ ഈ ഭാഗം എടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ദാനിയേലിന്റെ പുസ്തകം ഒരു സ്ഥലത്ത്, കാനഡയിലുള്ള ഒരു സ്ഥലസഭയ്ക്ക് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 12-ാം അധ്യായത്തിലോട്ടായി. ഞാൻ സൂമിലൂടെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 10-ാം അധ്യായം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്ക് അവിടേക്ക് വരാം. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം. അവിടെയാണ് ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ന് ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഈ വിധത്തിൽ ബദ്ധ വൈരാഗ്യങ്ങളായി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ നിന്ന് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. യോഹന്നാന് ദൈവം ആ വെളിപ്പാട് കൊടുത്തതിൻ്റെ ആത്യന്തിക ഉദ്ദേശം തൻ്റെ ദാസന്മാരത് അറിയണം. ഞാനും നിങ്ങളുമാണ് ആ ദൈവത്തിൻ്റെ ദാസന്മാർ. ദൈവത്തിനൊരാഗ്രഹമുണ്ട്, താൻ ചെയ്യുന്നത് നാം മനസ്സിലാക്കണം. ലോക ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ കാണാൻ കഴിയും നമ്മൾ പ്രവചന വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ. എന്നാൽ ഞാൻ ഓർപ്പിച്ച പോലെ ബൈബിളിൻ്റെ പ്രത്യേകതയാണ് ബൈബിളിൽ കാണുന്ന പ്രവചന സൂക്തങ്ങൾ. ബൈബിളിൽ മാത്രമേ ഈ വിധത്തിൽ പ്രവചനങ്ങൾ കാണുന്നുള്ളൂ. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇസ്രയേൽ, ഹമാസ്, ഹെസ്ബുള്ള, ഇറാൻ ഈ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ലോക ജനതതി വേദപുസ്തകത്തിലേക്ക് മടങ്ങി വരികയാണ്. ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അതായത് 200 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാനിൽ നിന്ന് ഇസ്രയേലിലേക്ക് തൊടുത്തു വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു വ്യക്തി പോലും ഇസ്രയേലിൽ മരിക്കുന്നില്ല. അവിടെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളൊന്നും തകർന്നു പോയില്ല. ദൈവത്തിൻ്റെ കരം അവരെ സൂക്ഷിച്ചുവെന്ന് യഹൂദന്മാർക്ക് മനസ്സിലായതിൻ്റെ ഫലമായി ആദ്യം 50,000 യഹൂദന്മാർ ഒന്നിച്ച് പ്രാർത്ഥിപ്പാൻ വിലാപമന്ത്രിൻ്റെ അവിടെ പോയി. പിന്നീട് 1,00,000 ആളുകൾ പോയി. പിന്നീട് ഞാൻ വായിച്ചു 1.5 ലക്ഷം യഹൂദന്മാർ ഇതിൻ്റെ ശേഷം വിലാപമതിലിൽ പ്രാർത്ഥന കഴിക്കുന്നു. കാരണം അവർക്ക് മനസ്സിലായി അവരുടെ ദൈവമാണ് അവരെ സൂക്ഷിച്ചത്. എന്തിനു പറയുന്നു? നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ABC ന്യൂസ് മുതലായ ന്യൂസുകൾ. ഞാൻ പറയുമ്പോൾ തുറന്നു പറയട്ടെ, അതൊന്നും ഒരു ക്രിസ്തീയ ചാനലുകളല്ല. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നതിലൊക്കെ മറ്റു മതങ്ങളിലുള്ളവരാണ്. അവർ പറയുന്നത് ഞാൻ നേരിട്ട് കേട്ടു. വേദപുസ്തകത്തിൻ്റെ പേര് സത്യവേദപുസ്തകം. അതിൻ്റെ കാരണം അത് സത്യമായതുകൊണ്ടാണ്. അതിൽ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയല്ലാത്തവർ പറയുന്നത് എനിക്ക് കേൾപ്പാനായിട്ട് സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ലോക മനുഷ്യര് വേദപുസ്തക പ്രവചനങ്ങളെ ശ്രദ്ധിപ്പാൻ തുടങ്ങി. ബൈബിൾ എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ബൈബിൾ മേടിച്ച് വായിക്കുന്നതിനും പ്രവചന ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നതിനും വിശ്വാസികളല്ലാത്തവർ പോലും ശ്രമിക്കുന്നതായി നമ്മൾ കാണുന്നു. എല്ലാവരും അല്ല, ഒരു ഭാഗം ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് വളരെ പ്രസക്തമായ
വളരെ ഗൗരവപൂർണമായ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. ഇസ്രായേൽ എന്ന് പറയുന്ന കൊച്ചു രാജ്യം കഴിഞ്ഞ 2 വർഷമായി നമുക്കറിയാം അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷമായി ഹമാസിനോടുള്ള യുദ്ധം, അതിൻ്റെ ശേഷം ഹെസ്ബുള്ളയോടുള്ള യുദ്ധം, അതോടനുബന്ധിച്ച് ഇറാനിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അതേസമയം യമനിൽ നിന്നുള്ള ഈ മിസൈലുകൾ. ഇസ്രായേലിൽ 4 ഭാഗത്തു നിന്നും മിസൈലുകൾ തൊടുത്തുവിടുന്നെങ്കിലും അവർ വളരെ ശക്തമായി അവരുടെ ശത്രുക്കളെ നിഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇതെന്തൊരു രാജ്യമാണ് ഈ കൊച്ചു രാജ്യം എന്നുള്ള ഒരു ചോദ്യം മനുഷ്യ മനസ്സിൽ അങ്കുരിച്ചിട്ടുണ്ട്. ഇതോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം. നമ്മൾ വന്നെത്തിയത്, പ്രിയ പാസ്റ്റർ ഇവിടെ ഓർപ്പിച്ചു, കാലത്തിൻ്റെ ഏതാണ്ട് അവസാന സമയത്താണ്. ഒരു ബൈബിള് പ്രവചനങ്ങൾ ശ്രദ്ധിക്കുന്നവർക്ക് അറിയാം, നമുക്ക് മുന്നോട്ടധികം സമയങ്ങളില്ല. ഞാൻ വായിക്കണം എന്നാഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ നാൾ വരുന്നതിനെ കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ വായിക്കുന്നു 2-ാം വാക്യത്തിൽ, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നുവെന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നു. യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശ വരവും തുടർന്നുള്ള സംഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതാണ് കർത്താവിൻ്റെ നാൾ, അല്ലെങ്കിൽ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത്. പ്രവചന പഠനത്തിൽ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ ഉൽപ്രാവണത്തിൻ്റെ ശേഷം ലോകത്തിൽ ചരിത്രത്തിൽ ദൈവം നേരിട്ടിടപെട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഡേ ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ നാളെന്ന വാക്കിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതൊരു പഠന വിഷയമാണ്. നമ്മൾ ആ പഠനത്തിൻ്റെ ദീർഘമായ കാര്യങ്ങളിൽ പോകുന്നില്ല. എന്നാൽ അതിൻ്റെ ശേഷം പൗലോസ് പറഞ്ഞു നോക്കുക, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയുവതല്ല. 4-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, എന്നാൽ സഹോദരന്മാരെ, ആ വാക്ക് നോക്കിക്കട്ടെ, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളനെന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങളെല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു, നാമോ പകലിനുള്ളവരാകിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയാണ്, എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്ക് ആ നാൾ കള്ളനെന്ന പോലെ പിടിക്കില്ല. എന്താ കാരണം? നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. സ്തോത്രം. ഞാനും നിങ്ങളും ആരാണ്? വെളിച്ചത്തിൻ്റെ മക്കളാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവരാണ്. നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ഇരുട്ടിലുള്ളവർക്ക് യേശുക്രിസ്തുവിന്റെ 2-ാം വരവ് കള്ളനെ പോലെ സംഭവിക്കും. എന്നാൽ വെളിച്ചത്തിലുള്ളവർക്കറിയാം അവൻ വരാറായി. ലോകത്തിലേത് കോണിയിൽ ചെന്നാലും ജനങ്ങൾ ഒരുപോലെ പറയുന്നു, ഭക്തന്മാർ പറയുന്നു, നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് നമ്മളെ ഉദ്യമിപ്പിക്കുകയാണ്, നമ്മളെ ഉണർത്തുകയാണ് യേശുക്രിസ്തു വരാറായെന്നുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, കർത്താവിന്റെ 1-ാം വരവിൽ ഭക്തന്മാരായ അനേകരുടെ മനസ്സിൽ ഇതുപോലെ ഒരു പ്രേരണയുണ്ടായി. മശിഹ വരാറായി. അങ്ങനെ ഉള്ളതെല്ലാം വിറ്റ്, അവർ വിൽക്കുവാനായിട്ടുള്ള കൽപ്പനയൊന്നുമല്ല, അവരതൊക്കെ വിറ്റ് ഭക്തിക്ക് വേണ്ടി അവിടെ നിന്ന് ചാവുകടലിന്റെ തീരത്ത് കുംബറാൻ കേവ്സിന്റെ അടുക്കൽ പോയി പാർത്തവരാണ് ഈ യെശയ്യാ പ്രവചനമൊക്കെ എഴുതിയ ചുരുളുകൾ ഇന്ന് 47-ലും മറ്റും നമ്മൾ കണ്ടുപിടിച്ചത്. അവരാരാന്നറിയാമോ? ക്രിസ്തു, അല്ലെങ്കിൽ അവരുടെ മശിഹ വരാറായി എന്നുള്ളൊരു പ്രേരണ അവരുടെ മനസ്സിലുണ്ടായിട്ട് അവരെല്ലാം ഉപേക്ഷിച്ച് അവനെ നോക്കി പാർത്ത് അവന് വേണ്ടി ഈ തിരുവെഴുത്തുകളൊക്കെ പകർത്തി എഴുതിയും പ്രാർത്ഥിച്ചും കൊണ്ട് ജീവിച്ചവരാണ്. ആ കുംബ്രാൻ കേവ്സിന്റെ ഇസ്രായേലിലുള്ള ചാവുകടലിന്റെ തീരത്തെ മലയോരങ്ങളിൽ ഗുഹകളിൽ പാർത്ത് ഈ ഭക്തന്മാരായി ജീവിച്ച ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നുവെന്ന് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ലോകത്തിൽ ആകമാനം എല്ലാ കോണിലും ഭക്തരായ ജനങ്ങളുടെ ഹൃദയത്തിൽ ദൈവപുത്രൻ മടങ്ങി വരാറായി എന്നൊരു ആത്മപ്രേരണ അനുഭവപ്പെടുന്നു. അത് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നതാണ്. ഇതാണ് പൗലോസ് കൂടെ പറഞ്ഞത്, നിങ്ങൾക്കാണ് കള്ളനെന്ന പോലെ പിടിക്കില്ല. കാരണം നിങ്ങള് വെളിച്ചത്തിലുള്ളവരാണ്.
ഞാനും നിങ്ങളും വെളിച്ചത്തിലുള്ളവരാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ ഓർക്കുക, നമുക്ക് ഈ 3 രാത്രികളിൽ ആ വിഷയത്തോട് ഞാൻ അനുബന്ധിച്ച് പറയാൻ പോവുകയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരും, നമ്മളത് കാത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വന്നാൽ എവിടെയാണ് അവൻ വരുന്നതെന്ന് തിരുവചനം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു വാക്യം ഞാൻ വായിക്കുകയാണ്. സഖറിയാവിൻ്റെ പ്രവചനം 8-ാം അധ്യായം. സഖറിയ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യം നമുക്ക് വായിക്കാം. ആദ്യത്തെ 3 വാക്യം. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ മഹാതീക്ഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു, ഞാൻ അതിനു വേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ സിയോനിലേക്ക് മടങ്ങി വന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിന് വിശുദ്ധ പർവ്വതമെന്നും പേർ പറയും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ എവിടെയാണ് അവൻ വരുന്നത്? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, സിയോനിലേക്ക് മടങ്ങി വരും. സിയോൻ എന്ന് പറയുന്നത് യെരൂശലേമിന് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പദമാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നത് നമുക്കറിയാം, ഒലിമലയിൽ നിന്നാണ് അവൻ സ്വർഗാരോഹണം ചെയ്തു പോയത്. അവിടെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. കർത്താവ് ഒലിമലയിൽ തന്നെ മടങ്ങി വരും. അവൻ സിയോനിലേക്ക് മടങ്ങി വരും. അവൻ അതുകൊണ്ട് ഈ ഭാഗം നമ്മൾ നോക്കുക, നമ്മുടെ കർത്താവ് സിയോനെ കുറിച്ച് എരിയുകയാണ്. മഹാതീഷ്ണതയോടെ സിയോന് വേണ്ടി എരിയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ യെരൂശലേമിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങൾ വാസ്തവത്തിൽ ഇന്ന് നമ്മുടെ കർത്താവ് മടങ്ങി വരാറായതുകൊണ്ട് അതോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന സംഭവ വികാസങ്ങളാണ് നാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. ഞാൻ അതോടുള്ള ബന്ധത്തിൽ വളരെ പ്രസക്തമായ ഒരു വേദഭാഗമാണ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് മടങ്ങി വന്ന് സിയോനിൽ നിന്ന് രാജാവായിട്ട് വാഴും. നമ്മുടെ കർത്താവ് അവിടെ നിന്ന് ഭരണം നടത്തുമ്പോൾ ലോകത്തിൽ യുദ്ധങ്ങൾ നടക്കില്ല. വാളുകളെ കൊഴുക്കളായി മാറ്റും, യുദ്ധായുധങ്ങൾ കൃഷിയായുധങ്ങളാക്കും. ഇന്ന് നമുക്ക് നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ വാർ ഇൻഡസ്ട്രിയാണ്. അമേരിക്ക അവരുടെ സാമ്പത്തികമായി പിടിച്ചു നിൽക്കുന്നത് നിങ്ങൾക്കറിയാമോ? അമേരിക്ക ഇത്രയും സാമ്പത്തികമായി നേട്ടമുണ്ടായതിൻ്റെ ഫലം 1-ാം ലോകയുദ്ധത്തിലൊക്കെ അവർ ഏർപ്പെട്ടില്ല. അവർ ആയുധങ്ങൾ മറ്റുള്ളവർക്ക് വിറ്റു. ഇന്നും അവരുടെ വരുമാനം ഏറ്റവും കൂടുതൽ എങ്ങനെയാണെന്നറിയാമോ? ആയുധങ്ങൾ വിൽക്കുകയാണ്. ലോകത്തിൽ ചില പ്രശ്നങ്ങൾ പോലും അവരുണ്ടാക്കുന്നു, കാരണം ആയുധങ്ങൾ വിൽക്കുകയാണ്. ഓരോരുത്തർക്കൊക്കെ അവർ ഇത്ര കോടി ഇത്ര മില്യൻ്റെ ഒക്കെ ആയുധങ്ങൾ കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും വെറുതെ കൊടുക്കുന്നതല്ല, അത് കണക്ക് പറഞ്ഞ് കാശ് അവർ മേടിക്കും. കാരണം അതെല്ലാം പ്രൈവറ്റ് കമ്പനികളാണ് അമേരിക്കയിൽ യുദ്ധായുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. പ്രൈവറ്റ് കമ്പനികളാണ്. അവർ ഇത് വിൽക്കുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ വരുമാനം കൂടുകയാണ്. ഇൻഡസ്ട്രി നമ്മൾ ഓർക്കണം, നമ്മൾ കണക്ക് കൂട്ടിയാൽ കോടിക്കണക്കിനാണ് ഈ യുദ്ധായുധങ്ങളൊക്കെ പണങ്ങൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ 2 വേദഭാഗത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. യെശയ്യാ ഒരെണ്ണമേലും വായിക്കാം, 2 വാക്യവും ഞാൻ പറയാം, 2ഉം വായിക്കണ്ട. യെശയ്യാവ് 2:2 തൊട്ട് 4 വരെ, യെശയ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 2 തൊട്ട് 4 വരെ കർത്താവ് സിയോനിലാണ് വാഴുന്നത്. അവിടെ നിന്ന് ഭരണം നടത്തുന്നു. ഒന്ന് വായിച്ചാട്ടെ, 2 തൊട്ട് 4 വരെയുള്ള വാക്യം. 4-ാം വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകി ചെല്ലും. അനേക വംശങ്ങളും ചെന്ന്, വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകളിൽ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കുകയും ബഹുവംശങ്ങൾക്ക് വിധി കൽപ്പിക്കുകയും ചെയ്യും. അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായും കുന്തങ്ങളെ വാക്കത്തികളായും അടിച്ചു തീർക്കും. ജാതിക്ക് നേരെ വാളൊന്നുകയില്ല. അവർ ഇനി യുദ്ധം അഭ്യസിക്കുകയും. ഇന്ന് ലോകത്തിൽ ആകമാനം യുദ്ധമാണ്. ഒരു 3-ാം ലോകയുദ്ധത്തിലേക്ക് പോകുമോ എന്ന് സംശയിക്കുമ്പോൾ നമ്മുടെ കർത്താവ് മടങ്ങി വന്നു കഴിഞ്ഞാൽ യുദ്ധായുധങ്ങൾ കൃഷിയായുധങ്ങളായി മാറ്റും. ജാതിക്ക് നേരെ വാളൊന്നുകയില്ല.
ഇത് തന്നെ മീഖാ പ്രവചനം വായിക്കേണ്ട, ഞാൻ പറഞ്ഞു പോകാം. അനേകർ വാക്യം നോട്ട് ചെയ്യുന്നുണ്ട്, വീട്ടിൽ ചെന്ന് നിങ്ങൾക്ക് വായിക്കാം. ഇതേ വാക്യം മീഖാ 4-ന്റെ ആദ്യത്തെ 3 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിൽ 3-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ വാളുകളെ കൊഴുക്കളായി, വാക്കത്തികളെ കൃഷിയായുധങ്ങളായി മാറ്റുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നോക്കുക, എന്തുകൊണ്ടാണ് ജാതികൾ പരസ്പരം യുദ്ധം നടത്താത്തത്? കർത്താവ് മടങ്ങി വന്നിട്ട് എന്താ യുദ്ധം നടത്താത്തത്? അതിൻ്റെ കാരണം കൂടെ പറയാം. അവിടെ നിന്നാണ് ഇന്ന് രാത്രിയുള്ള എൻ്റെ പ്രസംഗം ആരംഭിക്കുന്നത്. വെളിപ്പാട് ദിവസം 20-ാം അധ്യായം എടുത്താട്ടെ. യേശു ക്രിസ്തു മടങ്ങി വരുന്നു. 20-ാം അധ്യായം അതിൻ്റെ ആദ്യത്തെ 3 വാക്യം നമുക്ക് വായിക്കാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുകൊണ്ടുകയും നീതിയെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തെ കഴിച്ച് വിടേണ്ടതാകും. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ, അവൻ രാജ്യം സ്ഥാപിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ പിശാചിനെ പിടിച്ച് അഗാധ കൂപത്തിൽ ബന്ധിക്കും. 1000 വർഷത്തേക്ക് യുദ്ധമില്ലാത്തതിൻ്റെ കാരണം അവനെ ബന്ധിച്ചത് കൊണ്ടാണ്. ഇന്ന് യുദ്ധങ്ങൾ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ വായിക്കുന്നു, ജാതികളെ വഞ്ചിക്കുക, ഡിസീവ് ചെയ്യുക, ആളുകളെ കബളിപ്പിച്ച് യുദ്ധങ്ങളിലും മറ്റും ഏർപ്പെട്ട് അന്യോന്യം മനുഷ്യനെ കൊന്നൊടുക്കുകയാണ്. അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. ആ കാര്യം നടക്കാതിരിക്കാൻ ദൈവപുത്രൻ മടങ്ങി വരുമ്പോൾ സാത്താനെ ബന്ധിക്കും. പിന്നെ അവർ യുദ്ധം അഭ്യസിക്കില്ല, ജാതിക്ക് നേരെ വാളവുകയില്ല. 1000 വർഷം കഴിഞ്ഞ് അവനെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ വീണ്ടും അവൻ ആളുകളെ ഇളക്കിക്കൊണ്ടുവരും. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ 7-ാം വാക്യം. സിസ്റ്ററെ, അതേ അധ്യായത്തിൻ്റെ 7 തൊട്ടുള്ള വാക്യം ഒന്ന് നോക്കിയാട്ടെ. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയിലെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിക്കാൻ പുറപ്പെടും. അവർ ഭൂമിയെ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. മതി. വീണ്ടും നമ്മൾ വായിക്കുന്നു, സാത്താനെ ഒരു അല്പസമയത്തേക്ക് അഴിച്ചുവിടുമ്പോൾ ലോകത്തിലെ ജനങ്ങളെ വീണ്ടും ഇളക്കി. പ്രിയ നഗരത്തിനെതിരായി, യെരുശലേമിനെതിരെ വന്ന ആളുകൾ കൂടുകയാണ്, വീണ്ടും യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്, യുദ്ധം നടത്തുകയാണ്. പക്ഷേ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവിടെ വായിക്കുന്നുണ്ട്, എന്നാൽ ആകാശത്ത് നിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. മത്തായിയുടെ സുവിശേഷം 13:47 വായിക്കുമ്പോൾ 49. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചുളയിൽ ഇട്ട് കളയും. യെസ്, 2 കാര്യങ്ങൾ നടക്കും. സാത്താൻ വീണ്ടും ആളുകളെ 1000 വർഷം കഴിയുമ്പോൾ അല്പസമയത്തേക്കൊന്ന് അഴിച്ചുവിടുമ്പോൾ അവൻ ജനങ്ങളെ ഇളക്കി യെരുശലേമിനെതിരെ യുദ്ധത്തിന് ആളുകളെ കൂട്ടിവരുത്തും. പക്ഷെങ്കിൽ സ്വർഗത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിക്കുകയും ദൂതന്മാർ കടന്നു എന്ന് ലോകത്തിൽ കർത്താവിനെതിരായി പ്രവർത്തിച്ചവരെ മുഴുവൻ പെറുക്കിയെടുത്ത് അവരെ തീച്ചൂളയിലോട്ടും മാറ്റിക്കളയും. പിന്നെ ഒരു വിധത്തിലും മറുതലിപ്പുണ്ടാകില്ല. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, എല്ലാ യുദ്ധങ്ങളുടെ പിറകിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? സാത്താനാണ്. വളരെ വ്യക്തമാണ്. ആ സാത്താനെ കർത്താവ് പൂട്ടുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് വരികയാണ്. ഈ കർത്താവ് മടങ്ങി വരുമ്പോൾ അവൻ സിയോനിലാണ് വാഴേണ്ടത്, യെരുശലേമിലാണ് വാഴേണ്ടത്. ഇസ്രായേലിന്റെ രാജാവായിട്ടാണ് മടങ്ങി വരുന്നത്. അവൻ രാജാവായിരിക്കും. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ലായിരുന്നു. AD 70 രാജ്യം നശിപ്പിക്കപ്പെട്ട് ലോകത്തിലാകമാനം ചെതറിപ്പോയി. ഒരു കാരണവശാലും മടങ്ങി വരുവാൻ കഴിയാതെ, രാജ്യം സ്ഥാപിക്കുവാൻ സാധ്യമല്ലാതെ ലോകത്തിൽ കൊല്ലപ്പെട്ടും പീഡിപ്പിക്കപ്പെട്ടും ചിതറിക്കപ്പെട്ടും അവർ കിടന്നു. അവരുടെ ദേശം മരുഭൂമിയായി
ശത്രുക്കളുടെ കരങ്ങളിൽ യഹൂദന് കുടിയേറുവാൻ അനുവാദമില്ലാതെ പലസ്തീന്റെ മണ്ണ് ആകെ പരിശോധിച്ചാൽ ആകെ ഒരു 10,000 പേരിലധികം യഹൂദനില്ല. അവിടെ ഇസ്രായേൽ രാഷ്ട്രം രൂപീകരിക്കുവാൻ നിവൃത്തിയില്ല. എന്നാൽ ഇന്ന് ലോകത്തിലൊരു ശക്തിയേറിയ രാജ്യമായി ഇസ്രായേലിനെ കാണുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ കർത്താവ് മടങ്ങി വരണമെങ്കിൽ യെരുശലേമിന്റെ മധ്യത്തിലേ വരാൻ കഴിയുള്ളൂ. ആ യെരുശലേം മടങ്ങി ജനങ്ങൾ വന്ന്, ഇസ്രായേൽ മടങ്ങി വന്ന് യെരുശലേം അവരുടെ തലസ്ഥാനമായി അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കാതെ കർത്താവിന് മടങ്ങി വരുവാൻ സാധ്യമല്ല. ഇന്ന് എന്തുകൊണ്ടാണ് ഇസ്രായേൽ രാഷ്ട്രം മടങ്ങി വന്നിരിക്കുന്നത്? യേശുക്രിസ്തു മടങ്ങി വരാറായതുകൊണ്ടാണ്. യേശുക്രിസ്തു മടങ്ങി വരണമെങ്കിൽ യഹൂദ രാജ്യത്തിന്റെ മധ്യത്തിലേ വരികയുള്ളൂ. യഹൂദ രാജ്യത്തിന്റെ മധ്യത്തിൽ സിയോനിലേക്ക് അവൻ മടങ്ങി വരും. അവൻ സിയോന് വേണ്ടി എരിയുകയാണ്. സിയോനിൽ രാജാവായി അവൻ വാഴും. എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിനെ കൊന്നുകളയുവാൻ ഇറാൻ വളരെ ശക്തമായി ശ്രമിക്കുന്നു. ഞാൻ ഇനിയുള്ള സമയം ആ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വാർത്താ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കുന്നു. ഞാൻ ഏറ്റവും തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചില പ്രവചനങ്ങളാണ് എടുക്കുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇറാൻ ഇസ്രയേലിൽ നിന്ന് 1600 കിലോമീറ്റർ ദൂരെയാണ്. 1600 കിലോമീറ്റർ ദൂരം. ഇസ്രയേലിനും ഇറാനും മധ്യത്തിൽ പല രാജ്യങ്ങളുണ്ട്. സിറിയ, ജോർദാൻ മുതലായ രാജ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു അതിരില്ല. ഇന്ത്യയും ചൈനയുമായിട്ട് യുദ്ധമുണ്ടായി. ഇന്ത്യയും ചൈനയും അതിരുകൾ അവരെ പങ്കുവെക്കുന്നുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധമുണ്ടായി. ഈ രാജ്യങ്ങൾ തമ്മിൽ അതിരുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്നാൽ ഇറാനും ഇസ്രയേലുമായിട്ട് അതിരുകളില്ല. 1600 കിലോമീറ്റർ ദൂരമാണ് ഇസ്രയേലും ഇറാനുമായിട്ട് കിടക്കുന്നത്. പിന്നെ എന്തിനാണ് ഇറാൻ വന്ന് ഇസ്രയേലിനെ ആക്രമിച്ചത്? എന്തിനാണ് ഇറാൻ അവരുടെ ചുറ്റും കിടക്കുന്ന ജനങ്ങളെ ആയുധങ്ങൾ കൊടുത്ത് ഭീകരവാദികളെ വളർത്തിയെടുത്ത് ഇസ്രയേലിനെ നശിപ്പിച്ചു കളയുവാൻ അവരൊരുങ്ങുന്നത്? ബൈബിളിൽ എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? നമ്മൾ ആ വിഷയം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഞാൻ വേറൊരു വിധത്തിൽ ഈ ഭാഗം എടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ ദാനിയേലിന്റെ പുസ്തകം ഒരു സ്ഥലത്ത്, കാനഡയിലുള്ള ഒരു സ്ഥലസഭയ്ക്ക് വേണ്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം 12-ാം അധ്യായത്തിലോട്ടായി. ഞാൻ സൂമിലൂടെ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ 10-ാം അധ്യായം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നമുക്കവിടേക്ക് വരാം. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം. അവിടെയാണ് ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഇറാൻ ഇന്ന് ഇസ്രയേലിനെ നശിപ്പിക്കാൻ ഈ വിധത്തിൽ ബദ്ധ വൈരാഗ്യങ്ങളായി പ്രവർത്തിക്കുന്നതെന്ന് നമുക്കിവിടെ നിന്ന് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. നോക്കുക, 10-ാം അധ്യായം, 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. മതി. പാർസി രാജാവായ കോരശിന്റെ 3-ാം ആണ്ടിൽ. പാർസികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? പേർഷ്യ. അതാരാണ്? ഇന്നത്തെ ഇറാനാണ്. പാർസികൾ അല്ലെങ്കിൽ പേർഷ്യ എന്ന് പറയുന്നത് ആധുനിക ഇറാനാണ്. അപ്പോൾ നമ്മൾ ഓർക്കണം, ബാബിലോൺ സാമ്രാജ്യത്തെ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു നെബൂഖദ്നേസർ ഭരിച്ചിരുന്ന ബാബിലോൺ സാമ്രാജ്യത്തെ ഈ പേർഷ്യയും മേദ്യരും കൂടെ പിടിച്ചെടുത്തു. അങ്ങനെ പേർഷ്യൻ രാജാവായ കോരശ് ഭരണം നടത്തുകയാണ്. താഴോട്ട് വായിക്കുന്നു, അവിടെ സംഭവിച്ചൊരു കാര്യം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യം? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം. നമ്മൾ ഒരു വിധത്തിലും മനുഷ്യരെന്ന നിലയിൽ നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയാത്തൊരു കാര്യം ഇവിടെ ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ദൈവം വെളിപ്പെടുത്തിയത്? ദാനിയേല് ആ ജനത്തിന്, യഹൂദന് എന്ത് സംഭവിക്കും, അവരുടെ ഭാവി എന്തായിരിക്കുമെന്ന് ആകുല ചിന്തയുണ്ടായി. ദാനിയേല് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയാണ്. ദാനിയേല് മുട്ടുകുത്തി. ദാനിയേല് നമ്മൾ മറ്റു വേദഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട് ദാനിയേലിൻ്റെ പ്രാർത്ഥന. ഈ 9-ാം അധ്യായത്തിലൊക്കെ ദാനിയേലിൻ്റെ പ്രാർത്ഥന. ഞാൻ എൻ്റെ സഭയിൽ 2 ആഴ്ച ഈ ദാനിയേലിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് എടുക്കുകയുണ്ടായി. ദാനിയേല് ഉപവസിച്ച് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒന്നും കഴിക്കാതല്ല,
സുഖഭോജനങ്ങളൊക്കെ ഉപേക്ഷിച്ച് ജീവൻ കിടക്കാൻ അല്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് താൻ ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന 10-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ നമ്മൾ അതിൻ്റെ 12-ാം വാക്യം ഒന്ന് നോക്കിയേ സിസ്റ്ററെ. 12-ാം വാക്യം. ദാനിയേലേ, ഭയപ്പെടേണ്ട. നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു. ദാനിയേൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ആദ്യ ദിവസം ദൈവം പ്രാർത്ഥന കേട്ടു. കാരണം ദാനിയേൽ ഒരു പ്രിയ പുരുഷനായ ദാനിയേലിനെ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ദൈവം ആരെയാ അയച്ചത്? ഗബ്രിയേൽ ദൂതനെ അയക്കുകയാണ്. ഗബ്രിയേൽ ദൂതനെ, ഒരു സാധാരണ ദൂതനെ അല്ല, ഗബ്രിയേൽ ദൂതനെ. 9-ാം അധ്യായം നമ്മൾ നോക്കിയാലും 9-ാം അധ്യായത്തിന് 21-ാം വാക്യത്തിൽ ഗബ്രിയേൽ ദൂതനാണ് വന്ന് 70 ആഴ്ചവട്ടത്തിലെ കണക്കും ദാനിയേലിന് പറഞ്ഞു കൊടുക്കുന്നത്. അതിനു മുമ്പ് 8-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലും ഗബ്രിയേൽ ദൂതൻ വന്ന് ദാനിയേലിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ വിഷയത്തിൽ നമുക്ക് വരാം. ഈ 10-ാം അധ്യായത്തിൽ പേർഷ്യൻ രാജാവായ കോരശ് ഭരിക്കുമ്പോൾ, സൈറസ് ഭരിക്കുമ്പോൾ ദാനിയേലിന് ദൈവം മറുപടി കൊടുത്തു. ആ മറുപടിയുമായിട്ട് ഗബ്രിയേൽ വരുമ്പോൾ സ്വർഗത്തിൽ നടന്നൊരു കാര്യം ദൈവം വെളിപ്പെടുത്തുകയാണ്. എന്താണ് ആ കാര്യം? ആദ്യ ദിവസം തന്നെ നിന്റെ പ്രാർത്ഥന കേട്ടു. ബാക്കി ഭാഗം ഒന്ന് വായിച്ചേ. നിന്റെ വാക്ക് ഹേതുവായി, നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു, നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചോണേ. പാഴ്സി രാജ്യത്തിന്റെ പ്രഭു 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന പ്രഭുക്കന്മാരിൽ ഒരുത്തനായ മീഖായേൽ എന്നെ സഹായിപ്പാൻ വന്നു. അവനെ ഞാൻ പാഴ്സി രാജാക്കന്മാരോട് കൂടെ അവിടെ വിട്ടേച്ച് നിന്റെ ജനത്തിന്റെ ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് ഇപ്പോൾ വന്നിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച് നോക്കിയേ. ദാനിയേൽ പ്രാർത്ഥിക്കുകയാണ്. എത്ര ദിവസം പ്രാർത്ഥിച്ചു? 21 ദിവസം. ദാനിയേലിന്റെ പ്രാർത്ഥന 1-ാം ദിവസം കേട്ടു. ദൈവം അന്ന് തന്നെ മറുപടി കൊടുത്തു. ദാനിയേലിന് മറുപടി കിട്ടുന്നത് 3 ആഴ്ച കഴിഞ്ഞിട്ടാണ്. 21 ദിവസം. എന്തുകൊണ്ടാണ് 3 ആഴ്ച താമസിച്ചതെന്ന് ദൈവം ഇവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. സ്വർഗീയ മണ്ഡലത്തിൽ നടന്ന ഒരു വലിയ സംഭവം ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഗബ്രിയേൽ ദൂതനെ തടസ്സപ്പെടുത്തുകയാണ്. ആര്? പൈശാചികൻ. ഈ ദൂതുമായി പോയി ഇസ്രായേലിന് സംഭവിക്കുന്നത്, ഭാവിയിൽ എന്ത് നടക്കുമെന്നുള്ളത് വെളിപ്പെടുത്താതിരിക്കാൻ ഗബ്രിയേലിനെ തടസ്സപ്പെടുത്തുകയാണ്. എന്നാൽ 21 ദിവസം കഴിഞ്ഞ് ഗബ്രിയേലിന്റെ ദൂതുമായി വരാൻ കാരണം എന്താ? മീഖായേൽ പ്രഭു വന്നു. ആരാണ് മീഖായേൽ പ്രഭു? നാം തിരുവചനത്തിൽ വായിക്കുന്നു, പ്രധാന ദൂതന്മാരിൽ ഒരുവനായ മീഖായേൽ. നമ്മൾ ഓർക്കണം, ദൂതഗണങ്ങളിൽ പ്രധാന പ്രഭുക്കന്മാരുണ്ട്, വളരെ ശക്തന്മാരുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഈ സംഭവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. വായിക്കണമെന്നില്ല. അതായത് അസിറിയൻ ആർമി, അശൂർ പട്ടാളം ഇസ്രായേലിനെ വളഞ്ഞു കിടക്കുകയാണ്. ഇസ്രായേലിനെ നിഗ്രഹിക്കാൻ വന്നിരിക്കുകയാണ്. 2 രാജാക്കന്മാർ 19:35 വായിച്ചാൽ, 2 രാജാക്കന്മാർ 19:35 അന്ന് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഒറ്റ വാക്യം ഒന്ന് വായിക്കാം. അന്ന് രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട് അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ഒരു രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ പറഞ്ഞയച്ചു ഇസ്രായേലിനെ രക്ഷിക്കാൻ അശൂർ പട്ടാളത്തിൽ നിന്ന്. ആ ദൂതൻ ഒരു രാത്രിയിൽ 1,85,000 പേരെ കൊന്നുകളഞ്ഞു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു രാത്രിക്ക് 10 മണിക്കൂർ ഉണ്ടെന്നിരിക്കട്ടെ. 10 മണിക്കൂർ ഉണ്ടെങ്കിൽ 1 മണിക്കൂറിൽ എത്ര പേരെ കൊന്നിട്ടുണ്ട്? 18,500 പേരെ കൊന്നിട്ടുണ്ട്. മനുഷ്യന് ചെയ്യാൻ കഴിയുമോ? സാധിക്കുകയില്ല. 18,500 പേരെ 1 മണിക്കൂറിൽ കൊന്നെങ്കിൽ ഒരു രാത്രി കൊണ്ട് 1,85,000 പേരെ കൊല്ലാൻ കഴിയുള്ളൂ. ഞാനിരുന്നൊന്ന് കണക്കാക്കി. ഏതാണ്ട് 1 മിനിറ്റിൽ 315 പേരെ കൊന്നിട്ടുണ്ട്. ഒരു മനുഷ്യന് കൊല്ലാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ദൂതന്മാരുടെ ശക്തി ഒന്ന് ആലോചിക്കുക. എന്നാൽ ഇവരിൽ പ്രധാനികളാണ് ആര്? ഗബ്രിയേലും മീഖായേലും ഒക്കെ. ആ ഗബ്രിയേലിനെയാണ്
പൈശാചികൻ തടഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ സാത്താന് വല്ലോ ശക്തിയുണ്ടോ? നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ ശത്രുവിന് ശക്തിയുണ്ടോ? എന്നെ കേൾക്കുന്നവർ ഓർക്കണം, നമ്മൾ ഏർപ്പെടുന്നത്, പോരാട്ടം നടത്തുന്നത് സാധാരണക്കാരനായ ഒരു ശത്രുവിനോടല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പ്രപഞ്ചത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കഴിഞ്ഞാൽ നാലാമത് ഏറ്റവും വലിയ ശക്തി ആരായിരുന്നെന്നറിയാമോ? ലൂസിഫർ ആയിരുന്നു. അവന്റെ ശക്തി ദൈവം എടുത്തിട്ടില്ല, അവന്റെ ശക്തി മാറിയിട്ടില്ല. അവൻ അതുകൊണ്ടാണ് ഗബ്രിയേലിനെ 21 ദിവസം തടസ്സപ്പെടുത്തിയിട്ട് മീഖായേൽ പ്രഭു വന്നിട്ടാണ് ഗബ്രിയേലിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ഇവിടെ നമ്മൾ ആ കാര്യം പ്രത്യേകം ഓർക്കുക. ഇവിടെ എന്തുകൊണ്ടാണ് തടസ്സപ്പെടുത്തിയത്? ഇസ്രായേലിന്റെ ഭാവി അറിയരുത്. എന്നാൽ ഇവിടെ ഈ ദൈവം നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ആ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് നോക്കിയേ. പാർസി രാജ്യത്തിന്റെ പ്രഭു. ഒന്നുകൂടൊന്ന് പറഞ്ഞു നോക്കിയേ. പാർസി രാജ്യത്തിന്റെ പ്രഭു. പാർസി രാജാവ് കോരശ് ഭരിക്കുന്നു, പക്ഷേ പാർസി രാജ്യത്തിന്റെ പ്രഭു, പ്രിൻസ് എന്ന് പറഞ്ഞാൽ ആ ഭരിക്കുന്ന ഭരണകർത്താവിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരാണെന്ത്? പാർസി രാജ്യത്തിന്റെ പ്രഭു. എന്റെ പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നു. എഫേസ്യർ 6:12 നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടും. വലിയൊരു സൈന്യം നമ്മുടെ പുറകിലുണ്ട്, ദുഷ്ടാത്മ സേനകളുണ്ട്. അവരുടെ പോരാട്ടം സ്വർഗീയ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ടാണ് ഓരോ ദൈവമക്കൾക്കും ഒരു കാവൽ മാലാഖമാരെ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. അവർ നമ്മുടെ സേവകാത്മാക്കളാണ്. നമ്മളെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നശിപ്പിച്ചു കളഞ്ഞാല് ഇവിടെ ജീവിക്കാൻ അനുവദിക്കത്തില്ല. ഈ ഭൂമിയിൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട്. സൂര്യനിൽ നിൽക്കുന്ന ദൂതൻ, ജനാധിപതിയായ ദൂതൻ, കാറ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദൂതൻ, അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതൻ. എന്താ കാരണം? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ പ്രപഞ്ച ശക്തികളെ ദൂതന്മാർ നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്നെയും നിങ്ങളെ ഈ ഭൂമിയിൽ അവൻ വെച്ചേക്കുമെന്ന്? നമ്മളെ നശിപ്പിച്ചു കളഞ്ഞേനെ. നമ്മളെ നശിപ്പിക്കാതിരിക്കുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം കൽപ്പിച്ചാക്കിയ ദൂതന്മാരുടെ സംരക്ഷണമാണ്. ഈ പൈശാചികന്റെ ശക്തി നോക്കാട്ടെ. നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളിൽ വ്യാപരിച്ച ആത്മാവിനെ കുറിച്ച് എഫേസ്യർ 2:2 വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്നു, അന്ധകാര അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അപ്പോൾ നോക്കുക, ഇന്നത്തെ രക്ഷിക്കപ്പെടാത്തവരിൽ ഏത് ആത്മാവാ വ്യാപരിക്കുന്നത്? ഈ പൈശാചികാത്മാവാണ്. ഈ ഭരണകർത്താക്കളുടെ പുറകിൽ പ്രവർത്തിക്കുന്നതോ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ. ഇവിടെ വെളിപ്പെട്ട് കിട്ടുന്നു, പാർസി രാജ്യത്തിലെ രാജാവ് കോരശാണെങ്കിലും അതിന്റെ പുറകിൽ ഒരു പ്രഭുവുണ്ട്. അവന് പേര് പാർസി രാജ്യത്തിന്റെ പ്രഭു. അവനാണ് ഇസ്രയേലിന്റെ ഭാവി കാര്യം വെളിപ്പെടുത്താതെ തടസ്സപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ വായിക്കുമ്പോൾ ഈ സാത്താൻ ഇന്നും സ്വർഗത്തിലൊക്കെ കടന്നു ചെല്ലുന്നുണ്ട്. എന്നാൽ മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗത്തിൽ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടാകും. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നോക്കാട്ടെ. ഞാൻ ഇതെടുത്തപ്പോൾ അതുകൂടെ ഒന്ന് എടുത്തു പോകാം. മഹോപദ്രവ കാലഘട്ടത്തിൻ്റെ മധ്യഭാഗം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 9 തൊട്ടുള്ള വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12:7 തൊട്ട് വായിക്കണം. പിന്നെ യെസ്, മഹാസർപ്പത്തോട് പടവെട്ടി, തന്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി, ജയിച്ചില്ല താനും. സ്വർഗത്തിൽ അവരുടെ സ്ഥലം പിന്നെ കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാതാനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവരോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞു. അവിടെ വായിക്കുന്ന കണ്ടോ,
സാത്താൻ ദൈവജനത്തെ രാപ്പകൽ കുറ്റം പറയുകയാണ്. അതുകൊണ്ടാണ് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ദൈവപുത്രൻ മധ്യസ്ഥത ചെയ്യുന്നത്, അവൻ പക്ഷപാതം ചെയ്യുന്നത്, അവൻ കാര്യസ്ഥനായി നിൽക്കുന്നത്. കാരണം നമ്മുടെ കാര്യങ്ങൾ സാത്താൻ അവിടെ ഇടപെടാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ കുറ്റം പറയുകയാണ്. സഹോദരന്മാരെ, രാപ്പകൽ കുറ്റം ചുമത്തുന്നു. നമ്മുടെ കർത്താവ് സദാ ജീവിക്കുന്നു, അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അവനെ പറയുന്നത് ഒരു അഡ്വക്കേറ്റ് എന്നാണ്, കാര്യസ്ഥൻ. നമ്മുടെ കാര്യങ്ങൾ സാത്താൻ പറയുമ്പോൾ മറുഭാഗത്ത് നമുക്ക് വേണ്ടി വാദിക്കുകയാണ് നമ്മുടെ കർത്താവ്. നാം അതുകൊണ്ടാണ് എബ്രായലേഖനം 7-ാം അധ്യായത്തിൽ വായിക്കണ്ട, താൻ മുഖാന്തരം പിതാവിന്റെ സന്നിധിയിൽ അടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ലോക ഭരണകർത്താക്കളുടെ പിറകിൽ ഭരിക്കുന്നത്, നിയന്ത്രിക്കുന്നത് പൈശാചിക ശക്തിയാണ്. ഉദാഹരണമായിട്ട് നിങ്ങൾ എസെക്കേൽ പ്രവചനം ഒന്നെടുത്താട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു സോർ എന്ന് പറയുന്ന പട്ടണം. ഇംഗ്ലീഷിൽ ടയർ എന്നാണ് പറയുന്നത്. ലെബനോന്റെ തീരത്തുണ്ടായിരുന്ന ഒരു തുറമുഖ പട്ടണമാണ് സോർ അല്ലെങ്കിൽ ടയർ. നമ്മൾ എസെക്കേൽ 26 അവിടെ 1-2 വാക്യത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യപുത്ര, യെരുശലേമിനെ കുറിച്ച് നന്നായി ജാതികളുടെ വാതിലായിരുന്നവളെ തകർന്നുപോയി, അവൾ എങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവൾ ശൂന്യമായി തിരിക്കുന്നു, ഞാൻ നിറയുമെന്ന് സോർ പറഞ്ഞതിനാൽ. ടയർ, ഈ സോർ ഒരു തുറമുഖ പട്ടണമാണ്. ബാബിലോൺ രാജാവ് വന്ന് യെരുശലേമിനെ നശിപ്പിച്ചു. ഉടനെ സോർ പറയുക, ലോക വ്യാപാരം ഇനി അവിടെ നടക്കില്ല, ഇനിയും നടക്കുന്നത് ഞങ്ങളുടെ അടുക്കലാണ്, ഞങ്ങൾ കുറച്ചുകൂടെ പണക്കാരാകും എന്ന് സോറ് പറഞ്ഞു, അല്ലെങ്കിൽ ടയർ പറഞ്ഞു. ഇനി 27-ാം അധ്യായം നോക്കിയാട്ടെ, അവിടെ 2-ാം വാക്യം. അതെ, അവിടെയും സോർ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ്, ഇതേ സ്ഥലമാണ്. ഇനി 28-ാം അധ്യായം 1-ാം വാക്യം, 1-2 വാക്യം. മതി, സോർ പ്രഭുവിനോട് പറയണം. അവൻ ആരാണ്? ആ സിംഹാസനത്തിൽ ഭരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ദൈവം തിരശ്ശീല നീക്കി നമ്മൾക്ക് കാഴ്ച തരുന്നു. 11-ാം വാക്യം നോക്കിയേ, 11-ാമത്തെ. 13-ാം വാക്യം. നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർന്ന നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. ഇവിടെ വളരെ വ്യക്തമായി സോറ് ഭരിക്കുന്ന രാജാവിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് ആരാണെന്ന് വെളിപ്പെടുത്തി. ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ആരാ? സോറ് ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബ്, ലൂസിഫർ. അപ്പോൾ ഭരണകർത്താക്കളുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ലോക ഭരണകർത്താക്കളുടെ, അതാണ് കർത്താവ് പറഞ്ഞത്, സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഒരു പണ്ഡിതൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഒരു കുഞ്ഞ് ആ മാതാവിൻ്റെ മാർവിൽ ഉറങ്ങിക്കിടക്കുന്ന പോലെ ലോകം മുഴുവൻ ദുഷ്ടന്റെ കരങ്ങളിൽ കിടക്കുകയാണ്. അവന് ഇഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ നടത്തുകയാണ്, ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ഇവിടെ നടത്തുകയാണ്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം ശ്രദ്ധിക്കുകയാണ്. വീണ്ടും അവിടെ നോക്കിക്കാട്ടെ, പാർസി രാജ്യത്തിൻ്റെ പ്രഭു എന്ന് പറഞ്ഞാൽ ഈ പേർഷ്യൻ സാമ്രാജ്യത്തെ, ഇറാനെ നിയന്ത്രിക്കുന്ന പൈശാചിക ശക്തി, അവൻ വളരെ ശക്തനാണ്. സാധാരണ ഒരു പിശാചല്ല, അവൻ വളരെ ശക്തനാണ്. കാരണം ഗബ്രിയേൽ ദൂതനെ 21 ദിവസം തടഞ്ഞു നിർത്തി. മീഖായേൽ പ്രഭുവിന്റെ സഹായത്തോടെ മാത്രമേ ഗബ്രിയേലിന് അവിടെ നിന്ന് വരാൻ കഴിഞ്ഞുള്ളൂ. ഗബ്രിയേൽ പറയുന്നുണ്ട്, നിന്റെ അടുക്കൽ ഞാനിപ്പോൾ വന്നത് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്താനാ. ഇനി ഞാൻ മടങ്ങിപ്പോകണം, മടങ്ങിപ്പോയി അവനോട് യുദ്ധം ചെയ്യാൻ പോകണം. 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്,
ഞാൻ നിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് എന്തിനെന്ന് നീ അറിയുന്നുവോ? ഞാൻ ഇപ്പോൾ പാഴ്സി പ്രഭുവിനോട് യുദ്ധം ചെയ്യുവാൻ മടങ്ങി പോകും. ഞാൻ പുറപ്പെട്ട ശേഷമോ യവന പ്രഭു വരും. നോക്കുക, അവിടെ ഞാൻ നിന്നോട് ഈ വിവരങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ മടങ്ങിപ്പോകും പാർസി രാജ്യത്തിന്റെ പ്രഭുവിനോട് യുദ്ധം ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇറാന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ പൈശാചിക ശക്തിയുണ്ട്. അതാണ് ഈ 10-ാം അധ്യായം വെളിപ്പെടുത്തുന്നത്. പാർസി രാജ്യത്തിന്റെ പ്രഭു. ഇസ്രായേൽ രാഷ്ട്രം ഒരു രാജ്യമായി തീർന്നു. അവിടേക്ക് യേശുക്രിസ്തു മടങ്ങി വരണം. യേശുക്രിസ്തു മടങ്ങി വന്നാൽ മഹിമയിടും പരമേശ പാഹി മാമേശു മഹേശ. മഹിമയിടും പരമേശ പാഹി മാമേശു മഹേശ. നിസ്തുല സ്നേഹ സാഗരമേഹ നിസ്തുല സ്നേഹ സാഗരമേഹ. പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തു നീ താനിൻ വിശ്രാമം. പ്രസ്താവ്യമേ തിരുനാമം ക്രിസ്തു നീ താനിൻ വിശ്രാമം. മഹിമയിടും പരമേശ പാഹി മാമേശു മഹേശ.